ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ചോളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചോളം ഞാൻ തോടെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതാ തോടെല്ലാം കളഞ്ഞു. എൻ്റെ ഈ രോമം പോലത്തെ സാധനം ശരിക്കും പോയില്ല. അപ്പോൾ നമുക്കിനി ഇത് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ മസാലക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ചേരുവക സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, കറിവേപ്പിലയും കൂടി എടുക്കണം, വെളുത്തുള്ളിയും അതും കൂടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാനിതാദ്യം ഇത് പുഴുങ്ങിയെടുക്കട്ടെ. ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കണം ഈ സാധനം, നമ്മുടെ ചോളം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തട്ടെ. ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചിട്ടുള്ളത്. ഉപ്പിട്ടിട്ട് വെള്ളം ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇനി അടച്ചു വെക്കട്ടെ. ഇത് വേവട്ടാണ്. വെന്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ. അപ്പോൾ ഇതാ ഗൈസ്, ചോളെല്ലാം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നോരോന്നായിട്ട് വേർപെടുത്തി എടുക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. സവാള ഇട്ട് കൊടുക്കട്ടെ. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റട്ടെ. അതിനാവശ്യത്തിനുള്ള ഉപ്പിട. നമ്മൾ ചോളത്തിന് ഉപ്പിട്ടുകൊണ്ട് ഇനി വേറെ ചോളത്തിന് ഉപ്പ് വേണ്ട, ഇതിന് മാത്രമുള്ള ഉപ്പ് മതി. സവാളക്കുള്ള ഉപ്പ്. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് വരണ്ട് വന്നിട്ടാകുമ്പോൾ നല്ല വഴറ്റി വരില്ലേ, അതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോളമെല്ലാം ഞാൻ വെന്ത് തങ്ങിയതിൻ്റെ ശേഷം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. വെറുതെ വേവിച്ചിട്ടാണ് ചിലപ്പോൾ എല്ലാവരും തിന്നിട്ടുണ്ടാവുക. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇതൊരു വൈകുന്നേരത്തെ ചായക്കൊരു കടിയായി മാറി, വിശപ്പും മാറും. ടേസ്റ്റിയാണ്.
ഇനി ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് വെച്ചിട്ടുള്ളത്. സിമ്മിലാക്കി അവിടെ വെക്കുക, ഒന്ന് അടച്ച് വെക്കുക. തൽക്കാലം ആ മൂടി കൊണ്ട് അടച്ചതാണ്, അതിൻ്റെ മൂടി എടുക്കുക. ഇപ്പം ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടെ. ഇനി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരുപാടൊന്നുമില്ല, എല്ലാം കുറേശ്ശെ. കുറച്ച് മല്ലിപ്പൊടി. അപ്പം നമുക്കെല്ലാം ഒന്ന് ഇളക്കി അടച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി വരട്ടെ. ഒന്നും കൂടി ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. മല്ലിയിലയിട്ട് കറിവേപ്പിലയും ഇട്ട് എന്നിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് ആക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇന്ന് പറ്റ ഒന്ന് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, ഒരു ലേശം. കണ്ടോ, ഒരു ഇച്ചിരി പൊടി. ഇതാ. അപ്പോൾ ഈ മസാലകളെല്ലാം ഒന്ന് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പം മസാലേൻ്റെ ആ പച്ച ചൊവയെല്ലാം അങ്ങ് മാറി നല്ല അടിപൊളിയായിട്ട് ആയി. തക്കാളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞ് ചേർന്ന് മസാലകളെല്ലാം പിടിച്ച്. കാണുന്നുണ്ടല്ലോ, ഒരുപാട് വെള്ളമൊന്നും ആക്കിയില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് വെള്ളത്തിലാണ് വന്നിതാ. കണ്ടോ, എൻ്റെ സ്റ്റാൻഡ് കാരണമാണ് ഇങ്ങനെയെല്ലാം കാണിക്കേണ്ടി വരുന്നത് ഗൈസ്. കണ്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. ഒന്ന് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഈ മസാലകൾക്ക് വേണ്ടുന്ന ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചൊന്ന് കുരുമുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ലേശം, ഒരുപാടൊന്നും ഇടുന്നില്ല, ഒന്ന് ക്രഷ് ചെയ്ത പോലത്തെ ഒരു കുരുമുളകുണ്ട്. അപ്പോൾ അതിന് രുചി കൂടുമല്ലോ. ഇനി ഞാൻ ഈ ചോളത്തിനെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് ആ മസാലകളെല്ലാം ഇതിലേക്ക് നല്ലോണം മിക്സ് ആക്കുക. കണ്ട, ഇതാ നല്ല അടിപൊളിയായിട്ട് മിക്സായി വരുന്നുണ്ടാ. ഇതാ. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല. വാവ്.
അടിപൊളി. ഇങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്ക്. പിന്നെ സോസെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസെല്ലാം ഒഴിക്കാം. ഞാൻ സോസൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. സോസെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് തന്നെ ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം വെള്ളമൊന്നും ഇല്ലാതാനും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഞാനൊന്ന് ഉപ്പ് നോക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. വാവ്, ആ ചോളത്തിൻ്റെ ആ മധുരം, ഉപ്പ്, എരിവ്, മസാലേൻ്റെ ടേസ്റ്റ്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി അടിപൊളി. ഒന്ന് അടച്ച് വെക്കട്ടെ, എന്നിട്ട് എല്ലാം അതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. അടച്ച് വെച്ചതല്ലേ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുന്നതാണ്. നമ്മളെ ചോളം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു ഞാൻ. കണ്ട, അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ കാണാൻ തന്നെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.